ഒരൊറ്റ യുദ്ധത്തിൻ്റെ തീവ്രതയെക്കുറിച്ചാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അറിയുന്നത് അമേരിക്ക ഒരു വശത്തു നിന്നിങ്ങനെ ഇറാനെ അതിശക്തമായി ആക്രമിക്കുന്നതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇറാൻ 2 അമേരിക്കൻ സൈനികരെ ജോർദാനിൽ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രതികാരം വീട്ടുന്ന നടപടികൾ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. കൂട്ടത്തിൽ മറ്റൊരു യുദ്ധം കൂടി ഇപ്പോൾ സജീവമായിട്ട് പുനരാരംഭിച്ചിരിക്കുന്ന മട്ടിൽ വാർത്ത വരികയാണ്. റഷ്യ ഉക്രൈന് മേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം 4 വർഷം പിന്നിട്ടു. അതിപ്പോൾ ആളുടെ സംസാരിക്കാതായി. പക്ഷേ 40 ബാലിസ്റ്റിക് മിസൈലുകൾ, 110 ഡ്രോണുകൾ, ഇങ്ങനെയൊക്കെയായി പുതിയ യുദ്ധം എന്നതുപോലെ ഇപ്പോൾ മോസ്കോയുടെ ഭാഗത്തു നിന്ന് കീവിലേക്ക് അതിശക്തമായ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് മറ്റുള്ള പ്രദേശങ്ങളിലെ ആളുകൾ കൂടിയാണ്. ഇന്ധന ചെലവിലെ വർധനവും സാധനങ്ങളുടെ ക്ഷാമവും വിലവർധനവും ഒക്കെയായി ആകെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിതാ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ നടക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് നേരിട്ട് ഹാജരാകുന്നു. ഒരുപക്ഷെ ലോകത്തിലെ ഫിഫയുടെ പ്രസിഡന്റ് പറഞ്ഞ വാചകങ്ങൾ ഉദ്ധരിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ കൾച്ചറൽ ഈവൻ്റ് എന്ന രൂപത്തിലേക്ക് ഒരു വേൾഡ് കപ്പിൻ്റെ അപ്പുറം മാറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതും ഇന്ന് 19-ാം തീയതി രാത്രി 20-ൻ്റെ പുലർച്ചെ ആണെന്ന കാര്യം തിരിച്ചറിയണം. ഇറാനിൽ തന്നെ ഒരു വിഭാഗം നേതാക്കന്മാർ ഇപ്പോൾ കരുതുന്നതും പ്രചരിപ്പിക്കുന്നതും ഒരു ഭരണതലത്തിലെ വലിയ അട്ടിമറി അമേരിക്ക ലക്ഷ്യമിടുന്നു, ഭരണാധിപന്മാരെ മാറ്റുന്ന പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊക്കെയാണ്. അതേസമയം ഭരണാധികാരി മൊജ്തബ പറയുന്നത് ട്രംപിൻ്റെ ഒപ്പിന് മൂല്യമില്ലാത്തൊരു ഘട്ടത്തിലൂടെ ലോകം കടന്നു പോകുന്നു എന്നാണ്. ജൂൺ 18 ഇറാൻ്റെ പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡൻറ്റും ഒപ്പിട്ട ആ കടലാസിന് ഇപ്പോൾ യാതൊരു മൂല്യവുമില്ല. കാരണം അമേരിക്ക വാഗ്ദത്ത ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എഴുതി വച്ചിരിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇറാൻ പരാതിപ്പെടുന്നു. അമേരിക്കയുടെ 2 സൈനികരെ കൊലപ്പെടുത്തിയതിൻ്റെ പ്രതികാരമെന്ന വണ്ണം അതിശക്തമായും വളരെ പെട്ടെന്നും സത്വരമായിട്ടുള്ള ആക്രമണം തന്നെ തിരിച്ചു കൊടുക്കും എന്ന് ട്രംപ് വ്യക്തിപരമായും പറഞ്ഞിരിക്കുകയാണ്. ഒരു രാഷ്ട്രം പറയുന്നതിനപ്പുറം ഒരു പ്രസിഡന്റ് ഒരു ഉത്തരവാദിത്വം പോലെ അതിനെ ഏറ്റെടുത്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ തുടക്കം എന്ന വണ്ണം ആദ്യമായിട്ടിതാ വന്നിരിക്കുന്ന വാർത്ത ദർഖോവിൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇറാനിൽ അവിടെ സ്ഫോടന ശബ്ദം കേട്ടെന്നും നിർമ്മാണത്തിലിരിക്കുന്ന ദർഖോവിൻ പ്ലാന്റിനെ, ന്യൂക്ലിയർ പ്ലാന്റിനെ തകർക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി അമേരിക്ക മുന്നോട്ട് പോയെന്നും ഇന്നത്തെ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. അറേബ്യൻ ഗൾഫിനോടും അതുപോലെ ഇറാഖിൻ്റെ ബോർഡറിനോടും ചേർന്ന് കിടക്കുന്ന അബദാൻ സിറ്റിയിലും അതിശക്തമായ സ്ഫോടന ശബ്ദം ഇന്ന് കേട്ടതായി ഇറാൻ്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാൻ തിരികെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ ഈ 3 രാജ്യങ്ങൾക്ക് മേലും ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടാണ്. കുവൈറ്റിൽ വീണ്ടും പവർ പ്ലാന്റുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ എന്നിവയ്ക്ക് മേൽ ആക്രമണം നടത്തി തീപിടുത്തമുണ്ടായെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ജോർദാനിൽ 3 മിസൈലുകൾ ജോർദാൻ്റെ സേന പ്രതിരോധിച്ച് തകർത്തു എന്ന് പറയുന്നു. അവിടെയാണ് ഈ 2 അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി ഉണ്ടായിരിക്കുന്നത്. ബഹ്റിൽ നിന്നും സൈറൻ മുഴങ്ങിയ വാർത്ത നമ്മൾ കേട്ടതാണ്. ഇതിനിടയിൽ നമ്മളെല്ലാവരും അറിയേണ്ട ഒരു പ്രത്യേക റിപ്പോർട്ട് UAEയുടെ പബ്ലിക് പ്രോസിക്യൂഷൻ നൽകുന്നത്. ഒരു വലിയൊരു മാധ്യമം ദുബായിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച കാര്യം നമ്മളൊക്കെ അറിഞ്ഞല്ലോ. ആ മാധ്യമം അതിനൊക്കെ തിരുത്തിക്കൊണ്ട് അതിനെ പിൻവലിച്ചുകൊണ്ട് മാപ്പപേക്ഷയൊക്കെ നടത്തിയെങ്കിലും അതുകൊണ്ടൊന്നും ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിക്കില്ല എന്ന് UAEയുടെ പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. UAEയുടെ അറ്റോർണി ജനറൽ ഡോക്ടർ ഹമ്മദ് സൈഫ് അൽ ഷംസി ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, നമ്മളെല്ലാവരും അറിയണം. ആ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറെ വിളിച്ചു വരുത്തി, ഉദ്യോഗസ്ഥരെ, പബ്ലിഷ് ചെയ്തവരെ, അപ്രൂവൽ ചെയ്തവരെ, റിപ്പോർട്ട് ചെയ്തവരെ ഒക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. എങ്ങനെയാണ് ഈ വ്യാജ വാർത്ത ഉണ്ടായി വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷണം തുടരുന്നു എന്നും അൽ ഷംസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്തിങ്ങനെ യുദ്ധത്തിൻ്റെയും വിലക്കയറ്റത്തിൻ്റെയും വാർത്തകൾ വരുന്ന കൂട്ടത്തിൽ ഇന്നീ ജൂലൈ 19 രാത്രി നമുക്കെല്ലാവർക്കും, ലോക മാനവ സമൂഹത്തിന് മൊത്തത്തിൽ ഉറക്കമില്ലാത്ത രാത്രിയാണ് എന്നെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നടക്കുകയാണ്. അവിടെ മഴ പെയ്യും എന്നൊക്കെ പേടിയുണ്ടെങ്കിലും, ഇന്നലെയും അവിടെ മഴ പെയ്തു എന്ന അനുഭവം ഉണ്ടെങ്കിലും, ഇന്ന് ആളുകൾ ലോകത്ത് മൊത്തം നല്ല ചൂടിലാണ്. ഇതിനിടയിൽ രസകരമായിട്ടാണെങ്കിൽ പോലും പല ആളുകളും ചെറിയ നാട്ടുപന്തയങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മുട്ടയടിക്കാമെന്നും മീശ എടുത്തു കളയാമെന്നും
ബിരിയാണി വാങ്ങിക്കൊടുക്കാമെന്നും സ്പെയിനിനോടും അർജൻറ്റീനയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ ഓരോരുത്തർ ഓരോ കളിക്കാരോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ ലോകം മുഴുവൻ പന്തയം വെക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ആവേശ തിരമാലകൾക്കിടയിൽ, ആവേശം ഒരു ലഹരിയായി മാറുന്നതിനിടയിൽ അതൊന്നും അതിരു കവിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നിൽക്കുന്ന മണ്ണിൻ്റെ, അത് ഗൾഫ് മേഖലയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും അതിര് കവിയാത്ത രൂപത്തിലുള്ള ആഹ്ലാദങ്ങളും വിഷാദങ്ങളും പന്തയങ്ങളും ഒക്കെ കൊണ്ടുപോകണം എന്ന് മാത്രം ഞങ്ങളിപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Fisherman's Hub, Hashim Hypermarket.